നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് നഗരത്തിന് ട്രാഫിക് പരിഷ്കാരം ഏർപ്പെടുത്താൻ തീരുമാനം. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അഴിമതിക്കെതിരെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഉപവാസം. അണ്ണാ ഹസാരയുടെ നിരാഹാര സമരത്തിന് കാസർഗോട്ടും ഐക്യദാർഢ്യം. കാഞ്ഞങ്ങാട്ടെ എൻഡോസൾഫാൻ രോഗനിർണയ ക്യാമ്പിൽ ദുരിതബാധിതരുടെ പ്രവാഹം. അന്യായ സ്ഥലം മാറ്റങ്ങൾക്കെതിരെ കാസർഗോട്ടും കാഞ്ഞങ്ങാട്ടും NGO യൂണിയൻ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണത്തിന് കർശന നടപടി സ്വീകരിക്കാൻ ഡിവൈഎസ്പി വിളിച്ചു ചേർത്ത യോഗം തീരുമാനിച്ചു. യോഗ തീരുമാനപ്രകാരം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പാർക്കിങ്ങിനു കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മാവുങ്കാൽ റോഡിൽ ഗണേഷ് കോർണർ മുതൽ സ്റ്റേറ്റ് ബാങ്ക് വരെയുള്ള സ്ഥലത്തും കുന്നുമ്മൽ NSS ഓഫീസിന് മുന്നിലും ദീപ ഹോസ്പിറ്റലിന് മുന്നിലും പാർക്കിംഗ് നിയന്ത്രിക്കും. ഇവിടങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും. രാജധാനി ജ്വല്ലറിക്ക് പടിഞ്ഞാറു ഭാഗത്ത് പാണത്തൂർ ഭാഗത്തേക്കുള്ള ബസ് പാർക്കിംഗ് നിയന്ത്രിക്കും. TB റോഡ് ജംഗ്ഷനിലുള്ള ടൂറിസ്റ്റ് ബസ്സുകളുടെ പാർക്കിങ്ങിനും നിയന്ത്രണം ഏർപ്പെടുത്തും. നഗരത്തിലെ തട്ടുകടകളും വഴിയോര കച്ചവടവും പൂർണ്ണമായും എടുത്തുമാറ്റാനും തീരുമാനമായി. കോട്ടച്ചേരി പെട്രോൾ പമ്പിനടുത്ത് വേസ്റ്റ് ക്യാബിൻ നിർമ്മിക്കും. പെട്രോൾ പമ്പിന് വടക്കുവശമുള്ള ഓട്ടോറിക്ഷ പാർക്കിംഗ് ഒഴിവാക്കും. ബസ് സ്റ്റാൻഡിന് മുൻവശം ഇരുഭാഗത്തുമുള്ള ഹമ്പുകൾ പുനർനിർമ്മിക്കാനും തീരുമാനമായി. ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വയ്ക്കുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് നമ്പറും മീറ്ററും നിർബന്ധമാക്കും. ഡ്രൈവർമാർക്ക് ഐഡന്റിറ്റി കാർഡ് സംവിധാനം നടപ്പിലാക്കും. അനധികൃത പാർക്കിംഗ് പോലീസ് സ്റ്റിക്കർ ഒട്ടിച്ച് പിഴ ഈടാക്കും. 6 മണിക്കൂറിൽ കൂടുതൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനും ധാരണയായി. ബീവറേജിന് മുൻവശത്തും ഇൻഡസ് മോട്ടോഴ്സിന് മുൻവശത്തും നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കും. ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് മുൻവശം നോ പാർക്കിംഗ് ബോർഡ് വയ്ക്കും. അതിന്റെ ആ പാർക്കിംഗിന്റെ അഭാവം കൊണ്ടും നഗരം കേൾക്കൂല. നമുക്ക് തന്നെ അറിയാം, എമർജൻസി കേസിൽ പോകണമെന്നോ ആംബുലൻസിൽ പോകാൻ പറ്റാത്ത യാത്രക്കാരുടെ ബുദ്ധിമുട്ടാണ്, വരുന്ന കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യം ഉപയോഗിച്ചൊക്കെ ഒരു ജനറൽ ഒരു ചെറിയ ചർച്ച നടത്തി. അതായത് ഒരു കാര്യത്തിനും ഒരു ഏകപക്ഷീയമായ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഞങ്ങൾ അതോട് പ്രോത്സാഹനമാക്കുക ഉദ്ദേശിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച ചെയ്തിട്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ സിസ്റ്റത്തിൽ ആർക്ക് ബുദ്ധിമുട്ടിലാണ്, ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഈ പ്രശ്നം എങ്ങനെയാണ് ഒരു മാക്സിമം സുതാര്യമായിട്ട് മാക്സിമം സൗകര്യപ്രദമായി കൊണ്ടുപോകാൻ പറ്റും എന്നതിൽ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിഞ്ഞുകൊണ്ട് അതിനൊരു നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഗത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി തമ്പാൻ, CI സുരേന്ദ്രൻ, ജോയിന്റ് RTO ബാലകൃഷ്ണൻ, SI R ഹരിപ്രസാദ്, PWD ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. പൊതു അഴിമതിക്കും ക്ഷേത്രഭരണത്തിലെ അഴിമതിക്കുമെതിരെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ഉപവാസ സമരം നടത്തി. ദേവസ്വം ബോർഡ് നടത്തുന്ന അഴിമതികൾക്കെതിരെയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ഉപവാസം നടത്തിയത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഉപവാസം സംസ്ഥാന ട്രഷറർ K രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ HS ഭട്ട് അധ്യക്ഷത വഹിച്ചു. P രാജൻ സ്വാഗതം പറഞ്ഞു. വേലായുധൻ കൊടവലം, ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. അണ്ണാ ഹസാരയുടെ നിരാഹാര സമരത്തിന് കാസർഗോട്ട് ഐക്യദാർഢ്യം. ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ഐക്യദാർഢ്യ പ്രഖ്യാപന പരിപാടി എൻഡോസൾഫാൻ സമരവിരുദ്ധ നായിക ലീലാകുമാരിയമ്മ ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കെതിരെ സമൂഹം കൂടുതൽ ബോധവാന്മാരാകണമെന്നും അവർ പറഞ്ഞു. ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ നാരായണൻ പേരിയ, ഡോക്ടർ SR നരഹരി, B ഗോപിനാഥ്, അരവിന്ദൻ മാണിക്കൊത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട്ടു നടന്ന എൻഡോസൾഫാൻ രോഗനിർണയ ക്യാമ്പിൽ എത്തിയത് 1000-ലധികം രോഗികൾ. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരോഗ്യ വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി നടത്തിയ എൻഡോസൾഫാൻ രോഗനിർണയ ക്യാമ്പിൽ എത്തിയത് 1101 രോഗികൾ. കാഞ്ഞങ്ങാട് നഗരസഭ കയ്യൂർ, ചീമേനി, അജാനൂർ, പുല്ലൂർ, പെരിയ പഞ്ചായത്തുകളിൽ നിന്നാണ് രോഗികൾ എത്തിയത്. വിദഗ്ധരായ 33 ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചു. അവശരായ രോഗികളെ ആരോഗ്യ വകുപ്പ് തന്നെ ക്യാമ്പിലെത്തിച്ചു. ചൊവ്വാഴ്ച രാവിലെ തുടങ്ങിയ ക്യാമ്പ് ഉച്ചയ്ക്ക് 3 മണിവരെ നീണ്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷീൽ, DMO ഡോക്ടർ വിമൽ രാജ് എന്നിവർ ക്യാമ്പിന് നേതൃത്വമേകി. ഒരു ഇടവേള.
മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. അന്യായ സ്ഥലമാറ്റങ്ങൾക്കെതിരെ NGO യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാറുടെയും ഡെപ്യൂട്ടി ഡയറക്ടറുടെയും ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. ജില്ലയിലെ സഹകരണ മേഖലയിലും പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെയും ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുകയാണ് എന്നാരോപിച്ചാണ് NGO യൂണിയൻ പ്രവർത്തകർ ജോയിന്റ് രജിസ്ട്രാറുടെയും ഡെപ്യൂട്ടി ഡയറക്ടറുടെയും ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം VC മാത്യു ഉദ്ഘാടനം ചെയ്തു. K പ്രകാശൻ, M ചന്ദ്രശേഖരൻ, P രവീന്ദ്രൻ, M ലീല എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO അസോസിയേഷൻ പ്രവർത്തകർ കാസർഗോഡ് പ്രകടനം നടത്തി. 1 മാസത്തെ ശമ്പളം ബോണസായി അനുവദിക്കുക, ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക, അഡ്വാൻസ് തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി കാസർഗോഡ് സിവിൽ സ്റ്റേഷന് മുന്നിലാണ് പ്രകടനം നടത്തിയത്. പ്രകടനത്തിന് NGO അസോസിയേഷൻ നേതാക്കളായ KP സുധർമ്മ, PV രമേശൻ, P ദാമോദരൻ, KV ഭക്തവത്സലൻ, KP സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട്ടും പ്രകടനം നടത്തി. 1 മാസത്തെ ശമ്പളപരിധിയില്ലാതെ ബോണസായി അനുവദിക്കുക, ഏകീകരണം ഒഴിവാക്കി പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക, ക്ലാസ് 4 ജീവനക്കാർക്ക് അതത് വകുപ്പുകളിൽ പ്രൊമോഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് NGO അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തിയത്. ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന പ്രകടനത്തിൽ പ്രകാശൻ കൊട്ടറ, സുരേഷ് കൊട്രച്ചാൽ, K ശശികുമാർ, സുജയൻ, BC തമ്പാൻ, മധുസൂദനൻ എന്നിവർ നേതൃത്വം നൽകി. ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ E ചന്ദ്രശേഖരൻ അനുസ്മരണം നടത്തി. കാഞ്ഞങ്ങാട്ട് നടന്ന അനുസ്മരണ പരിപാടി സംസ്ഥാന കൗൺസിൽ അംഗം M കുഞ്ഞമ്പാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി K അമ്പാടി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനതാദൾ നേതാക്കളായ K രാഘവൻ, K ദിവ്യ, ശങ്കരൻ മാസ്റ്റർ, PV തമ്പാൻ, BV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ആദിവാസി ക്ഷേമ സമിതി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ പൂടങ്കല്ല് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിശ്ചയമായിട്ടും ഇഷ്ടന്റെ പ്രധാനപ്പെട്ട തോന്നലായ കേസ് തന്നെയാണ്, സംശയമാണ്. ആ നിലയിലേക്ക് തന്നെ പ്രവർത്തനം മാറും എന്ന കാര്യം നമ്മൾ തീരുമാനിച്ചത്. അപ്പം അതടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജില്ലയിൽ AKSന്റെ പ്രവർത്തനം വളരെ ശക്തമായി മുന്നോട്ടുള്ളത് കഴിയും. അതിൻ്റെ തുടക്കമായിട്ടാണ് ഈ യോഗത്തിൽ നമ്മൾ കാണുന്നത്. ജില്ലാ കേന്ദ്ര പ്രവർത്തനം വളരെ സജീവമായി നമുക്ക് സംഘടിപ്പിക്കാനാവണം ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അപ്പം നിശ്ചയമായും അതിന് പറ്റുന്ന പ്രവർത്തന പദ്ധതികൾ നമ്മൾ ഈ യോഗത്തിൽ വെച്ച് ആവിഷ്കരിക്കും. അതാണ് ഈ കൺവെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. നിങ്ങൾക്കറിയാം, പുതിയ രാഷ്ട്രീയ സാഹചര്യമാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ പോയെങ്കിലും നമ്മുടെ എതിരാളികൾക്ക് അങ്ങനെ ശക്തമായ നിലയിലൊന്നും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. നമ്മൾ വിജയത്തിൻ്റെ അടുത്തെത്തിയ 62 സീറ്റ് കിട്ടി. ഒരു 2-3 സീറ്റ് കൂടി കിട്ടിയെങ്കിൽ നമ്മൾ ഭരിക്കട്ടെ കേട്ടോ. അവിടെ പറഞ്ഞ കാര്യമില്ല. നമ്മുടെ നാട്ടിലെ സകലമാന പിന്തിരിപ്പന്മാരും ജനവിരുദ്ധ ശക്തികളും എല്ലാവരും ഒരുമിച്ച് നിന്നു. അവരെ കൂടെ നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങളിൽ നിന്നു. അങ്ങനെ ഈ നാട്ടിലെ എല്ലാ ജനവിരുദ്ധ ശക്തികളും ഒരുമിച്ച് നിന്നപ്പോൾ ഇടതുപക്ഷം തോറ്റു. CPM ഏരിയ സെക്രട്ടറി T കോരൻ, ആദിവാസി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറി B വിദ്യാധരൻ കാണി, സംസ്ഥാന കമ്മിറ്റി അംഗം PK സുരേഷ് ബാബു, ജില്ലാ സെക്രട്ടറി ഒക്ലാവ് കൃഷ്ണൻ, P
പി കുഞ്ഞിരാമൻ, കെ രാധ, സി കുഞ്ഞിക്കണ്ണൻ, എൻ വിമല, കെ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കോത്ത് നെഹ്റു ബാലവേദി സർഗവേദിയുടെ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നെഹ്റു ബാലവേദി രക്ഷാധികാരി പി മുരളീധരൻ മാസ്റ്റർ ഉപഹാരം നൽകി. ബാലവേദി കുട്ടികൾക്ക് ഉപന്യാസ മത്സരം, ചിത്രരചനാ മത്സരവും നടത്തി. ചടങ്ങിൽ കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പി നാരായണൻ പ്രഭാഷണം നടത്തി. വിനീഷ് ബാബു സ്വാഗതവും കൃഷ്ണരാജ് നന്ദിയും പറഞ്ഞു. അഖില കേരള യാദവ സഭ പുല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുല്ലൂരിൽ സ്കോളർഷിപ്പ് വിതരണം നടത്തി. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കാണ് സ്കോളർഷിപ്പുകൾ നൽകിയത്. പുല്ലൂർ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ MLA സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ചടങ്ങിൽ യാദവ സഭ സംസ്ഥാന പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി മോഹനൻ പുലിക്കോടൻ, കെ കുഞ്ഞിരാമൻ, കെ രാമകൃഷ്ണൻ, മാതൃസമിതി പ്രസിഡന്റ് ഗായത്രി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വിമല അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പി നാരായണൻ സ്വാഗതവും സെക്രട്ടറി ടി കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചുള്ളിക്കര ഗവൺമെന്റ് LP സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിന റാലി നടത്തി. തുടർന്ന് സ്കൂളിൽ ചുമർ പതിപ്പ് നിർമ്മാണം നടത്തി. രക്ഷിതാക്കൾക്കായി ക്വിസ് മത്സരം നടത്തി. 30ഓളം പേർ പങ്കെടുത്തു. സീജ, ചിത്ര, മോഹനൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ചടങ്ങിൽ പരപ്പ ബ്ലോക്ക് പ്രസിഡന്റ് മീനാക്ഷി ബാലകൃഷ്ണൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 65 വർഷം തികയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗോപി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജി ശിവദാസൻ സമ്മാനദാനം നടത്തി. മദർ PTA പ്രസിഡന്റ് ഷെരീഫ സെമീർ, ഷാബു, സാലു ഫിലിപ്പ്, പി രാജൻ എന്നിവർ സംസാരിച്ചു. പൂടങ്കല്ല് സ്നേഹദീപം യുവശ്രീ വാർഷികാഘോഷവും സ്വാതന്ത്ര്യദിനാഘോഷവും വിവിധ പരിപാടികളോടെ നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ 11ാം വാർഡ് അംഗം ശങ്കരനാരായണൻ പതാക ഉയർത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഗോപി സംസാരിച്ചു. തുടർന്ന് സ്വാതന്ത്ര്യദിന റാലി നടത്തി. പൂടങ്കല്ല് ടൗണിലേക്ക് നടത്തിയ റാലിയിൽ 50ഓളം കുട്ടികൾ പങ്കെടുത്തു. ഇങ്ങനെ നടന്നു. ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളാണ് റാലിയിൽ മുഴങ്ങിയത്. തുടർന്ന് പായസദാനവും നടന്നു. കലാപരിപാടികളും അരങ്ങേറി. യുവശ്രീ പ്രസിഡന്റ് ശശീന്ദ്രൻ സമ്മാനദാനം നടത്തി. സെക്രട്ടറി രാജീവൻ നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് നഗരത്തിന് ട്രാഫിക് പരിഷ്കാരം ഏർപ്പെടുത്താൻ തീരുമാനം. കാഞ്ഞങ്ങാട് DYSPയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.